എന്താ ഇത്? നോവിച്ചല്ലോ. എന്താ തളന്നോ? ഹേയ് 8 മണിക്ക് എല്ലാവരും ഡൈനിങ് ഹാളിൽ എത്തിക്കൊള്ളണം. വരാൻ വൈകുന്നവർക്ക് ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. വെളുപ്പിനെ പോകേണ്ടതാ. ഓ 8 മണി എന്നുള്ളത് 8:30 ആയിപ്പോ ഇപ്പൊ എന്ത് പറ്റും? പട്ടിണി. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ വരുന്നില്ല. ഒന്ന് കറങ്ങിച്ചൊന്ന് കുളിച്ചാ പോരായോ? ഞാനില്ല. ഭാമയോ? ഏതായാലും ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങാൻ പോവാ. ഇനി ജീവിതത്തിൽ ഈ സ്ഥലത്ത് വരാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം? ഒരുപക്ഷെ ഈ വിദ്യാലയ വർഷത്തിന്റെ അവസാനത്തെ ഓർമ്മയായിരിക്കാം ഈ യാത്ര. ഇതിനൊരു സാധാരണ സ്റ്റഡി ടൂർ എന്ന് പറയുന്നതിനേക്കാൾ സ്വപ്നം പോലുള്ള ഒരു പിക്നിക് എന്ന് വിളിക്കാനായിരിക്കും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുക. ഈ യാത്ര എന്നും മധുരമുള്ളൊരു ഓർമ്മയായി നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എന്താ മിണ്ടുന്നില്ലേ?
കഴിഞ്ഞപ്പോ ഏതാണ്ട് പോലെ അല്ലേ? ബാമേച്ചി, എന്നാ പറക്കാൻ റെഡിയാവണേ? എന്നെയും കൂടെ പഠിപ്പിക്കോ പറക്കാൻ? ചേച്ചി, ബാമേച്ചി, ഈ കിളികൾ ഇതേ പറക്കാറായി. ഇനി വലിയ താമസമില്ലെന്നാ തോന്നുന്നേ. അവര് തോന്നുമ്പോ പറന്നു വെക്കോളും. ബാക്കിയുള്ളവരൊന്ന് ഉപദ്രവിക്കായിരുന്നാ മതി. അതിന് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചിയല്ലേ ഞാൻ വിളിച്ചത്, അതിന് അമ്മയ്ക്ക് എന്താ ഉപദ്രവം? ഇത് നല്ല സൂക്കേട്. എന്നെയല്ല, അവളെ ഉപദ്രവിക്കണ്ടെന്ന് പറഞ്ഞത്. ഓ ചേച്ചി, എടി, അവളിരുന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ. സ്റ്റഡി ലീവിനും പഠിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഈ പെണ്ണ്. ദേ, അവരെല്ലാം ഇപ്പൊ പറന്നു പോവും. എല്ലാം കൂടെ കിടന്ന് ചിറകിട്ട് അടിക്കുന്നുണ്ട്. ഛേ, വാ വന്ന് നോക്ക്, എന്താ രസമെന്ന് അറിയാമോ? എന്തിനാടി ഇങ്ങനെ പുളി പറയുന്നേ? മെനഞ്ഞാന്നല്ലേ അവ മുട്ടേന്ന് വിരിഞ്ഞുള്ളൂ. ചേച്ചി വന്ന് കാണു, വാ. പിഞ്ച് ഇതാണോ പറക്കാറായത്? പറക്കണേൽ ഇനി 1 മാസം കഴിയണം. ഒന്നും വേണ്ട, നീ ചുമ്മാ തിരിയടി ചോക്കി. എന്റെ പരീക്ഷ തീർന്നിട്ടേ ഇവരിവിടുന്ന് പോവുള്ളൂ, അല്ലേ? ഏയ്, എന്താ ഇത്? എന്താ ചേച്ചി ഇത്? ഇതെന്താ പതിവില്ലാതെ? ഇരുന്ന് പഠിച്ചു പഠിച്ച് ബോറടിച്ചപ്പോ വെറുതെ ഇട്ടതാ. എന്നാലും ഇതിന് സമയം കുറെ മെനക്കെടുത്തിട്ടുണ്ടല്ലോ. ഇത് എവിടുന്ന് പഠിച്ചു? ഇങ്ങ് വന്നേ. എന്താടി ഇത്? ഇങ്ങനെയൊന്നും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ചുമ്മാ അമ്മേ, പഠിത്തമാണെന്നും പറഞ്ഞിരുന്ന് ഇതാ പണിന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ ഇയാളാരോ? പോലീസുകാരിയോ? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരോടി ചോദിക്കും? എന്താ ഇത് രണ്ടും കൂടെ? അസലായി ഒന്നും കൂടി കൊടക്കടി അവൾക്ക്, എങ്കിലേ പഠിക്കുള്ളൂ. അമ്മയുടെ സപ്പോർട്ടും കൂടെ മതി. നീ വരുന്ന് പഠിക്കടി. ഇനിയും പെണ്ണങ്ങാനും എന്റെ പിന്നാലെ വന്നാലാ ഞാൻ വാല് നുള്ളി വിടും. അവൾ ഇനി വരില്ല, കേട്ടല്ലോ. ഒന്ന് സ്കൂൾ വന്നാ മതിയായിരുന്നു, സ്വൈരം കിട്ടിയനെ. ഇതെന്താ സരസ്വതി ഇത്? കുട്ടികൾ 10 ദിവസം വീട്ടിൽ നിൽക്കുന്നത് നിനക്ക് തീരെ പിടിക്കണില്ല എന്ന് തോന്നുന്നു. അമ്മയെ പിള്ളേരെ വഷളാക്കുന്നേ. ഞാൻ എന്താ അവരെ വഷളാക്കുന്നു നീ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. എന്നൊന്നും പറഞ്ഞ് നീ മാറി കളിക്കണ്ട. ഞാനുള്ളത് കൊണ്ട് അവര് വഷളായില്ല, അല്ലാതെ പിന്നെ നീ അവരെ നോക്കി വളർത്തിയത്. അതല്ലേ പറഞ്ഞേ, എല്ലാം അമ്മ തന്നെ. അങ്ങനെ പറയും. ഇപ്പൊ തന്നെ അവള് കയ്യിൽ മൈലാഞ്ചിട്ടു. അത് കണ്ടിട്ട് പോയിരുന്ന് പഠിക്കീന്നും പറഞ്ഞ് ചിലക്കേ വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ആ കൈയെടുത്ത് ഉമ്മ വയ്ക്കണോ? പ്രായമായ മോള് മൈലാഞ്ചിടാനും കണ്ണെഴുതാനൊക്കെ തുടങ്ങുമ്പോ അത് ഗൗരവമായിട്ടെടുത്ത് അവളെ സന്തോഷിപ്പിച്ച് നിർത്തി അവളെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനാ അമ്മമാര് നോക്കേണ്ടത്. അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വെറുതെ ശമ്പളം മേടിക്കാൻ ഒരു പ്രൊഫസർ. മോളെ ബാമേ, മോളെ. എവിടെ എന്റെ കുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചിട്ടത്? മുത്തശ്ശി എന്ത് കാണിക്കഞ്ഞത്? ഏയ് ഒന്നുമില്ല മുത്തശ്ശി. ഹായ്, ഭംഗിയായിട്ടുണ്ട്, പരിഷ്കാരായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിക്ക് തോന്നിയില്ല ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കണം. ഏതായാലും മുത്തശ്ശി പറഞ്ഞു ഒടുവിൽ അത് സാധിച്ചു. ഇത് മുത്തശ്ശി ഞാൻ വെറുതെ. ഇനി എന്റെ മോളി വെറും കഴുത്തായിട്ടുള്ള നടപ്പ് അങ്ങ് അവസാനിപ്പിക്കണം. മോൾക്ക് ചേരുന്നൊരു മാല മുത്തശ്ശി എടുത്തു വെച്ചിട്ടുണ്ട്. വരും, വാടികിട്. കഴുത്തിലും കാതിലും ഒന്നും ഇടാതെ നടക്കണ പെൺകുട്ടികളെ കാണുന്നത് എനിക്ക് ചതുർത്ഥ്യ. ഇപ്പൊ എന്ത് വൃത്തിയായി നോക്കൂ. ഇങ്ങ് വരും, ഇതാ നോക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കലക്കി. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോ കോളേജിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് ആരും പൊട്ടിച്ചോണ്ട് പോകുന്നും പറയില്ലല്ലോ. അതവിടെ കിടക്കട്ടെ. എടോ പ്രൊഫസറേ, തന്റെ അമ്മയ്ക്ക് വീണ്ടും കീർക്കളയ ലക്ഷണമാണല്ലോ.
അതോ നിനക്കോ? ഏയ്, ഇത് വെറുതെ മുത്തശ്ശിയുടെ ഒരു മോഹം, അറിയാലോ. എന്തായാലും അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. അതവിടെ കിടന്നോട്ടെ. ഇനിയിപ്പൊ അച്ഛൻ അതും ഇതും പറഞ്ഞൊന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ നന്നായിരിക്കുന്നു എന്നാ. ചേടാ, ഇത് കൊള്ളാമല്ലോ. വെറും കഴുത്തായിട്ട് പെമ്പിള്ളേര് നടക്കുന്ന കാണുമ്പോ ഒരുമാതിരി നടക്കും പോലെ തോന്നും. ഇതിപ്പോ അവിടെ കിടന്നോട്ടെ. കിടന്നോട്ടെ. ആരാ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്? അയ്യാ, പെട്ടെന്ന് ചാടിക്കേറി ഒരുങ്ങുന്ന കാണുമ്പോ എന്താടി റൊമാൻസ് വല്ലതും തുടങ്ങിയോ? ഇപ്പോ ഈ പരീക്ഷ എടുത്ത് നേരത്തോ? സ്കോപ്പില്ല. പരീക്ഷ നോക്കിയിട്ടാന്നോടി കഴുതേ മനസ്സ് തോന്നിയാസം കാണിക്കുന്നത്. മതി മതി, അച്ഛനും മോളും കൂടെ കിന്നാരം. വല്ലതും പഠിക്കാനുള്ള നേരത്താ. ഇനിയിപ്പോ ആകെ ഒരു മാസമേ ഉള്ളൂ. ഈ കുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നു. ആണോ? തോന്നിയാസം കാണിക്കാൻ തോന്നുമ്പോ പരീക്ഷയാണോ നോക്കുന്ന എങ്ങനെയാ?